ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ കഴിഞ്ഞു പോകുന്ന രാത്രിക്ക്, ഈ രാത്രിയിലെ പരിപാലനത്തിന് കർത്താവിന് നന്ദി പറഞ്ഞു. ഈ പുതിയ ദിവസം കർത്താവ് നമ്മുടെ മേൽ ചൊരിയാനിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും സ്വീകരിക്കാൻ തിരുമുമ്പാകെ എളിമപ്പെട്ടു നിന്നും നമുക്ക് ഈ ദിവസം ആരംഭിക്കാം. കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഉൾക്കൊള്ളാനാഗ്രഹമുണ്ട്, അവിടുത്തെ തിരുനിണം നുകരാൻ അതിയായ ദാഹമുണ്ട്. അതിൽ കൂടിക്കൊള്ളാൻ ആത്മനാഥനീശോവരണേ, ആത്മനാഥനീശോവരണേ. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 56-ാം വാക്യം. ജോൺ ചാപ്റ്റർ 6 വേഴ്സ് 56. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. പരിശുദ്ധ കുർബാന ഒരു ക്ഷണമാണ്, കർത്താവുമായി കൂട്ടായ്മയിലാകാനുള്ള ക്ഷണം. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പരിശുദ്ധ കുർബാന ഈശോ നമ്മളിലേക്ക് വരികയാണ് എന്നാണ്. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ തേടി വരികയാണ്. പക്ഷേ ആ വരവ് ഒരു കൂട്ടായ്മയിലേക്ക് നമ്മളെ ക്ഷണിക്കാനാണ്. ഈശോ പ്രാർത്ഥിച്ചില്ലേ, പിതാവേ, ഞാനും അങ്ങും ഒന്നായിരിക്കുന്നത് പോലെ അവരും നമ്മളിൽ ഒന്നായിരിക്കേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന്. നമുക്ക് വേണ്ടി ഈശോയുടെ പ്രാർത്ഥന അതാണ്, കൂട്ടായ്മയാണ്. ഈ നിമിഷം അർപ്പിക്കപ്പെടുന്ന എല്ലാ പരിശുദ്ധ കുർബാനകളുടെ യോഗ്യതകളോട് ചേർത്ത് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഓരോ തവണയും ഒരു സങ്കടമുണ്ടാകുമ്പോൾ, ഒരു ഉലച്ചിലുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ഒന്ന് സ്റ്റക്കായിട്ട് നിൽക്കുമ്പോൾ ഉടനെ പ്രാർത്ഥിക്കണം, കർത്താവേ, ഈ നേരത്തും ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ഉയർത്തപ്പെടുന്ന കാസയോടും പീലാസയോടും ചേർത്ത് എൻ്റെ എളിയ പ്രാർത്ഥന സമർപ്പിക്കുന്നുവെന്ന് നമുക്കുറപ്പാണ്. ഓരോ നിമിഷവും നമ്മൾ ഈ സംസാരിക്കുന്ന നേരം പോലും ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് പരിശുദ്ധ കുർബാന അർപ്പണം നടക്കുന്നുണ്ട്. സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്തൊരു വലിയ അനുഗ്രഹമാണതെന്ന് തിരിച്ചറിയണം. നമ്മുടെ തലമുറകളെ അതിനായി ഒരുക്കണം. ഇത് കേവലം ഒരു ആചാരമല്ല, ഒരു അനുഷ്ഠാനമല്ല. സ്വർഗം ഭൂമിയെ സ്പർശിക്കുന്ന വിശുദ്ധ നിമിഷങ്ങളാണെന്ന് തിരിച്ചറിയണം. തൻ്റെ ശരീരവും രക്തവും നമുക്ക് ദാനമായി നൽകി നമ്മെ നിത്യജീവിതത്തിലേക്ക് കർത്താവ് ക്ഷണിക്കുകയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലുമെന്ന് തിരിച്ചറിയാം. ഒരു കഷ്ണം അപ്പത്തിൽ, ആ തുള്ളി വീഞ്ഞിൽ കർത്താവിൻ്റെ സ്നേഹമാണ് മറഞ്ഞിരിക്കുന്നതെന്ന് തിരിച്ചറിയാം. ഞാൻ നിന്നിൽ, നീ എന്നിൽ എന്നതാണ് പരിശുദ്ധ കുർബാനയുടെ വാഗ്ദാനം. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഈ മഹാനുഗ്രഹം നമുക്ക് ആഴത്തിൽ മനസ്സിലാകട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മൾ പുതുതാക്കപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈശോയെ, ദിവ്യമായ അപ്പമേ, സ്നേഹമേ, ദാഹമേറിയ എൻ്റെ ആത്മാവിനെ ഓരോ പരിശുദ്ധ കുർബാനയിലൂടെയും നിന്റെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. ഈ ശരീരരക്തങ്ങളിൽ ഞാൻ ജീവൻ കണ്ടെത്തട്ടെ. തിരുരക്തത്താൽ ഞാൻ ശുദ്ധിയുള്ളവനാകട്ടെ. ഓ കർത്താവേ, നീ എന്നിൽ വസിക്കുമ്പോൾ എൻ്റെ ഹൃദയം സ്വർഗമാകട്ടെ. എൻ്റെ ശ്വാസത്തിൽ, എൻ്റെ വാക്കിൽ, എൻ്റെ പ്രവൃത്തിയിൽ നിന്റെ സ്നേഹത്തിൻ്റെ സുഗന്ധമുണ്ടായിരിക്കട്ടെ. കർത്താവേ, ബലിപീഠത്തിലേക്ക് വന്നിറങ്ങുന്ന അഗ്നിയെ, നിന്റെ വെളിച്ചം എൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കട്ടെ. നിന്റെ വാക്ക് എനിക്ക് വഴിയാകട്ടെ. നിന്റെ ശരീരം എനിക്ക് ശക്തിയാകട്ടെ. നിന്റെ സ്നേഹം എൻ്റെ ജീവനാകട്ടെ. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.